റീസെന്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ऐप में 380 दिखा रहा है और ये हमसे 600 रुपए मांग रहे हैं। कैश ही तो मेरे पास क्यूआर कोड नहीं है। ये लीजिए भैया। 580 भैया 580 कहाँ दिखा रहा है? आप चेक करो देखो मैं वापस बोल रहा हूँ, आपको रखना है ये रख लीजिए वरना मैं जा रहा हूँ। चलो ये लेना है तो अंदर क्या लीजिए। डरा के दिखा रहा है क्या? डरा के दिखा रहे हो, रुपए दे रहे हो जितने हैं। 580 होता है किसको कौन चिल्ला बोल रहा है रहा है? 580? ऐप में तो ऐप पे यही कितना दिखा रहा है? किसको चिल्ला रहा है तू? 30 रुपए चेक एक्स्ट्रा करना दे दो ना। चेक करना आपको कितना दिखा रहा है? 580 दिखाता है चेक कर। दिखाओ ऐप में कहा 580 दिखा रहा है। मैंने बुक नहीं आपने किया तो आपका സോ ബേസിക്കലി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിൽ നമുക്ക് ഓട്ടോസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓലയും ഊബറും കൂടാതെ ഒരു ആപ്ലിക്കേഷനും കൂടിയുണ്ട്, നമ്മ യാത്രി. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓലയിലും ഊബറിലൊക്കെ നമ്മളൊരു ഓട്ടോ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഓട്ടോക്കാർ പറയുന്ന ഒരു ബുദ്ധിമുട്ട്, ഓലയും ഊബറും കമ്മീഷൻ പിടിക്കുന്നുണ്ട്. 100 രൂപയുടെ ഒരു റൈഡാണ് ഓട്ടോക്കാർ ചെയ്യുന്നതെങ്കിൽ അതിൽ 30%, ഏകദേശം 30 രൂപ ഓലാക്കാർ അല്ലെങ്കിൽ ഊബറുകാർ കൊണ്ടുപോകും, ബാക്കി 70 രൂപ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. സോ അത് നമുക്ക് മുതലാവില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ നമ്മ യാത്രി. നമ്മ യാത്രയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മ യാത്രയിൽ എഴുതി കാണിക്കുന്ന ഫെയർ ഉണ്ടല്ലോ, ആ ഫെയർ മുഴുവനായിട്ടും 1 രൂപ പോലും കമ്മീഷൻ എടുക്കാണ്ട് ആ ഒരു ഓട്ടോ ഡ്രൈവർക്കായിരിക്കും കിട്ടുന്നത്. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. സോ ഇത്തരത്തിലൊരു റെവല്യൂഷണറി ആപ്പ് വന്നേ പിന്നെ കാര്യങ്ങളൊക്കെ അടിപൊളിയാകും, ഓട്ടോക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ആവും, നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആവും എന്ന് വിചാരിച്ചുവെങ്കിലും സംഭവം ആക്ച്വലി ഭയങ്കര വേഴ്സ് ആയിരിക്കുവാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 10, 20, 30, 100 എത്രയെന്ന് വെച്ചാൽ ടിപ്പും ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു റൈഡ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോക്കാരുടെ ഫോണിൽ കാണിക്കും, ഇങ്ങനെ ഒരു റൈഡ് വരുന്നുണ്ട്, ആള് 30 രൂപ ടിപ്പും തരുന്നുണ്ട്, വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ടിപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ആ പൈസ ഡയറക്റ്റ്ലി ഓട്ടോ ഡ്രൈവർക്കാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ നഷ്ടമൊന്നുമില്ല, നല്ലൊരു സംവിധാനമാണ്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ, ആളുടെ പി ജിയിലേക്കാണ് ഓട്ടോ ബുക്ക് ചെയ്തത്. പി ജിയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത സമയത്ത് അയാളുടെ ആപ്പിൽ കാണിച്ചത് 380 രൂപയാണ്, 380 റുപ്പീസ്. ഓട്ടോ ഡ്രൈവർ പറയുന്നു 380 അല്ല 580 തരണമെന്ന്, അതായത് ലിറ്ററലി 200 രൂപ കൂടുതൽ. ഈ വ്യക്തി ഇയാളുടെ നല്ല മനസ്സ് കാരണം 20 രൂപ കൂടുതൽ തരാമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ 20 രൂപയൊന്നും പറ്റില്ല, 200 രൂപ കൂടുതൽ തരണമെന്ന്. 380 രൂപ കാണിക്കുന്ന ഒരു ഓട്ടോ റൈഡിന്, അതും ആ 380 രൂപ നമ്മ യാത്ര ആയതുകൊണ്ട് മുഴുവനും ഓട്ടോ ഡ്രൈവർക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും 600 രൂപ വേണമെന്ന് വാശി പിടിക്കുന്നു. ആൻഡ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഹിന്ദിയിലാണെന്ന് നമുക്ക് കാണാനായിട്ട് മനസ്സിലായി. പ്രത്യേകിച്ചും കന്നഡയെല്ലാം നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി 200 രൂപയുടെ റൈഡാണെങ്കിൽ അത് 300, 400 ആവും. അങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, എത്രയാണെന്ന് ഹിന്ദിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ 400 രൂപ പറയുകയാണെങ്കിൽ അത് തന്നെ നിങ്ങൾ കന്നഡയിൽ ചോദിക്കുകയാണെങ്കിൽ 200, 300 രൂപയൊക്കെ ആവും. എന്നിട്ട് ഈ ഒരു വ്യക്തി ഇല്ല തരാൻ പറ്റില്ല, എനിക്ക് 380 കാണിക്കുന്നത്, എനിക്ക് അതല്ലേ പേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇയാൾ അവിടെ നിന്ന് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്, പോലീസിനെ വിളിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, കാരണം എനിക്കും ഇതേമാതിരി ഒരു അനുഭവം റീസെൻ്റ്ലി ഉണ്ടായി. കുറേ അനുഭവങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, ബട്ട് റീസെൻ്റ്ലി ഉണ്ടായ അനുഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് ഞാനും വൈഫും കൂടെ പോകാനായിട്ട് പ്ലാൻ ഇടുവാണ്. സോ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി, ചെറുതായിട്ടൊന്ന് മഴയുണ്ടായി. സോ ഓലയിലും ഊബറിലും നമ്മ യാത്രയിൽ ഒന്നും തന്നെ റൈഡ് ഒന്നും അക്സെപ്റ്റ് ആവുന്നുണ്ടായില്ല. സോ നമ്മളെ ട്രഡീഷണൽ വേ ചെയ്യും, അതായത് ഓട്ടോ പോകുന്ന സമയത്ത് കൈ കാണിച്ച് ഓട്ടോ കയറി എത്ര ചോദിച്ചിട്ട് പോകുക എന്നുള്ള രീതിയിൽ ഒരു ഓട്ടോക്കാരന് കൈ കാണിച്ചു. ആൾ വന്ന് നിർത്തി എവിടെയാണെന്ന് ഉറപ്പി, ഭയങ്കര അടുത്താണ്, ഒരു മാക്സിമം പോയ 2 കിലോമീറ്ററേ ഉള്ളൂ ദൂരം. മഴയായതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെയാണ്, അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആൾ പറഞ്ഞു 300 രൂപയാവും. 2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, മീറ്റർ ഇട്ട് പോയി കഴിഞ്ഞാൽ 80 രൂപ വരും, കൂടിപ്പോയി ഒരു 100 രൂപ വെച്ചോ. ഇപ്പോൾ ഓലയിലോ ഊബറിലാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആൾ പറഞ്ഞു 300 രൂപയാവുന്നു. ആൻഡ് ഇത് ഞാൻ ചോദിച്ചത് കന്നഡ തന്നെ കേട്ടോ, ഹിന്ദിയിലൊന്നും അല്ല. എന്നിട്ട് 300 രൂപയാവുമെന്ന് പറഞ്ഞു. ഞാൻ ആളോട് 150 പറഞ്ഞു നോക്കി, 200 പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം 200 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, 250 ആണെങ്കിൽ വരാം എന്ന് പറഞ്ഞ് ഫൈനലൈസ് ചെയ്ത് ആ ഒരു ഓട്ടോയുടെ അകത്തേക്ക് കയറി. ആ ഓട്ടോയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ ഓടിച്ച ആ ഒരു വിധം കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് എൻ്റെ അവസാനത്തെ ഓട്ടോ റൈഡാണ്. അവിടെ ഇവിടെയൊക്കെ കുണ്ടും കുഴിയും ഉണ്ട്, ആ കുണ്ടും കുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും ആൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെവിയിൽ ഫോണും പിടിച്ചുകൊണ്ട് ആളങ്ങോട്ട് ഓടിക്കുക. ആൾ ഫുൾ ടൈം ഫോണും എടുത്തുകൊണ്ട് ഒറ്റ ഓടിക്കലങ്ങോട്ട് ഓടിക്കുക. കുഴിയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ഓട്ടോ ഇങ്ങനെ ആടി. ശരിക്കും പറഞ്ഞാൽ എനിക്കും വൈഫിന് ഭയങ്കരമായിട്ട് പേടിയായി. ഞങ്ങൾ ഈ പോകാൻ പോകുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന് ആക്ച്വലി 2 ഗേറ്റ് ഉണ്ട്. അതായത് മെയിൻ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഒരു ഗേറ്റിനകത്തേക്ക് കൂടെ കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു ബ്ലോക്ക് ഉണ്ട്, ബാക്ക് സൈഡിൽ രണ്ടാമത്തെ ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലുള്ള ബ്ലോക്കിലേക്കാണ് പോകേണ്ടത്. ആൾ കൊണ്ട് ഫ്രണ്ട്, അതായത് മെയിൻ ഗേറ്റിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് ആളെപ്പോഴും ഫോണിൽ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ അല്ല, നമുക്ക് അകത്തേക്കാണ് പോകേണ്ടത്, നമുക്ക് എന്തായാലും പെർമിഷനൊക്കെ ഉണ്ടല്ലോ അകത്ത് കയറാൻ. ഞാൻ അകത്തേക്കാണ് പോകേണ്ടത്, പിന്നെ മഴയും കൂടെയാണ്.
നടക്കാനും വയ്യാത്തൊരവസ്ഥയിലിരിക്കുകയായിരുന്നു. ചെറുതായിട്ട് വെള്ളവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നടന്ന് ഒരു 50-100 മീറ്റർ ഉള്ളൂ ഉള്ളിലേക്ക്. ഓട്ടോയ്ക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരും. ഓട്ടോക്കാരൊക്കെ കയറുന്നത് തന്നെയാണ്, കയറുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ കൊണ്ടാക്കാനായിട്ട് പറഞ്ഞപ്പോൾ ആൾക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ആ ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്, അതിനാണ് ബുക്ക് ചെയ്തേക്കണേ, അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടാക്കി തരണം. 250 രൂപയല്ല നിങ്ങൾ തരാമെന്ന് പറഞ്ഞു. 250 രൂപയ്ക്ക് ഇവിടം വരെ ഞാൻ വരുള്ളൂ ചേട്ടാ. 100 രൂപയുടെ റൈഡിന് ഓലയിലും ഊബറിലൊക്കെ 150 കാണിച്ചിട്ട് ഞാൻ 200 തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ 300 ചോദിച്ചിട്ടാണ് 250 വന്ന് എത്തിയത്. 2 കിലോമീറ്റർ യാത്രയ്ക്ക് ഞാൻ 250 രൂപ കൊടുക്കുന്നത് തന്നെ ഭയങ്കര കൂടുതലാണ്. അതിലുപരി ഈ മഴയത്ത് ഒന്ന് അകത്തേക്ക് കൊണ്ടാക്കി തരാൻ പോലും നിങ്ങൾക്ക് സൗകര്യമില്ല. അതും ലേഡീസൊക്കെ ഉള്ള സമയത്ത് ഒന്ന് കൊണ്ടാക്കി തരാനായിട്ട് പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് ചേട്ടാ, ഒന്നാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ പോലും ആൾക്ക് ഒരു അനക്കവും ഇല്ല. കുറേ നേരം വണ്ടിയിൽ നിന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടും ആൾ ഒരു അനക്കവും ഇല്ല. ലാസ്റ്റ് ആൾ പറഞ്ഞു, ശരി ഞാൻ ഉള്ളിൽ കൊണ്ടുതരാം, പക്ഷെ 300 രൂപ തരണം. 250 ആണെങ്കിൽ എനിക്ക് ഇവിടം വരാൻ പറ്റുള്ളൂ, എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. ആൾ ഭയങ്കര റൂഡായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 250 റുപ്പീസ് തന്നെ പേ ചെയ്ത് ഞാൻ ആ ഒരു ഓട്ടോ ഓൾറെഡി ഓടിച്ചത്, ഫോണൊക്കെ പിടിച്ചിട്ട് റൂൾസൊക്കെ വയലേറ്റ് ചെയ്ത് തന്നെയാണ് ഓടിച്ചത്. സോ ഞാൻ ആ ഒരു ഓട്ടോൻ്റെ വീഡിയോ, നമ്പർ പ്ലേറ്റിൻ്റെ വീഡിയോ, ആ ഒരു ഓട്ടോൻ്റെ വീഡിയോ എടുത്തു. ആ വീഡിയോ എടുക്കണം കണ്ടപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര റേജായി. എന്നിട്ട് എന്താണിത്, വീഡിയോ എടുക്കണം, എന്നാൽ ഫ്രണ്ടിൽ എടുക്കടാ, എന്നെ എടുക്കടാ, അത് എടുക്കടാ എന്ന് പറഞ്ഞിട്ട് ആൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. ഞാൻ പിന്നെ മൈൻഡാക്കിയില്ല, ഞാൻ വീഡിയോ എടുത്തു. അതിന് ശേഷം ഞാൻ മഴയത്ത് നടന്ന് നമ്മൾ അകത്തേക്ക് കയറി ആകെ കുളിച്ച് നനഞ്ഞ് നാശമായിപ്പോയി. സോ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് റെയറായിട്ടുള്ള അനുഭവമൊന്നുമല്ല, കോമൺ ആയിട്ടുള്ള അനുഭവമാണ്. എനിക്കും ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കെന്നല്ല, പല ആൾക്കാർക്കും ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു 9 മണി ആ ഒരു ടൈമിനൊക്കെ ശേഷം നിങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 1-2 കിലോമീറ്റർ പോകാനൊരു ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ പകൽ സമയത്ത് അവിടെ 100 രൂപ അല്ലെങ്കിൽ 150 രൂപ മേടിക്കുകയാണെങ്കിൽ രാത്രി സമയത്ത് 600, 700, 800 ഒക്കെ അവന്മാർ പറഞ്ഞു കളയും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് കന്നഡയിൽ നമ്മൾ സംസാരിച്ചാൽ മാത്രമേ ഓട്ടോക്കാർക്ക് ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെയാണ് പറയുന്നതെങ്കിൽ ഭൂരിഭാഗം ഓട്ടോക്കാർക്കും പുച്ഛമാണ്. പക്ഷേ വളരെ റെയറായിട്ട് നല്ല ഓട്ടോക്കാരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഓട്ടോ കന്നഡിക എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇൻസ്റ്റാഗ്രാം ഞാൻ കണ്ടായിരുന്നു. പുള്ളി എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഓട്ടോയിൽ ഒരു ബോർഡ് ഫിറ്റ് ചെയ്തേക്കാണ് ആളുടെ, അതായത് എങ്ങനെ നമുക്ക് കന്നഡയിൽ ഇന്ന കാര്യങ്ങൾ ഓട്ടോ ഡ്രൈവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് അവിടെ ബോർഡ് ഫിറ്റ് ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്യുവാണ് കസ്റ്റമേഴ്സിനെ. ഇപ്പോൾ ഓട്ടോ കയറുന്ന സമയത്ത് ആ ഒരു ഓട്ടോയിൽ എങ്ങനെയാണ് നമ്മൾ കന്നഡയിൽ ആളോട് സംസാരിക്കേണ്ടത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് പഠിച്ച് സംസാരിക്കുമ്പോൾ ദാറ്റ് ഈസ് എ റിയലി ഗുഡ് ഇനിഷ്യേറ്റീവ്. അത്തരത്തിൽ നന്മയുള്ള ഓട്ടോക്കാർ ഒരുപാട് ഉണ്ട്. ബാംഗ്ലൂരിലുള്ള ഏതൊരു വ്യക്തിയോടും, ഓട്ടോയിൽ പോയിരിക്കുന്ന ഏതൊരു വ്യക്തിയോടും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 90% ആൾക്കാർക്കും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവമെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. സത്യമല്ല, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ബാംഗ്ലൂരിൽ ഓട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവമെങ്കിലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഇപ്പോൾ ഞാൻ ഏത് സ്ഥലത്തേക്ക് പോകുകയാണെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് മെട്രോയ്ക്കാണ്. ഫസ്റ്റ് പ്രിഫറൻസ് പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടുള്ള മെട്രോയ്ക്ക് തന്നെയാണ്. ഭയങ്കര സേഫാണ്, എല്ലായിടത്തും എത്തും. ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മെട്രോ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ മാക്സിമം ബസ്സിൽ പോകാനായിട്ട് നോക്കും. അല്ലെങ്കിൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ സ്വന്തം വണ്ടി എടുത്ത് പോവും, ഇല്ലെങ്കിൽ ക്യാബ് എടുത്ത് പോവും. കുറച്ച് 100-200 കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, കുറച്ചുകൂടെ സേഫായിട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ക്യാബ് എടുക്കും. ഇതൊന്നും കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ മാത്രം ലാസ്റ്റ് റിസോർട്ടായിട്ട് ഗതി കെട്ടാൽ മാത്രമാണ് ഒരു ഓട്ടോ പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നത്. എന്തോ ആ ഒരു രീതിയിലേക്കുള്ളൊരു ഇമ്പ്രഷനായി പോയി. ആൻഡ് ഇപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് എൻ്റെ ആ ഒരു അനുഭവം കൂടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.